രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തതോടെ വി.ഡി. സതീശനെതിരെ സ്വന്തം പാർട്ടിക്കാരുടെ സൈബർ ആക്രമണം. കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് സതീശനെതിരായ അസഭ്യവർഷം. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകാനാണ് സതീശനോട് രാഹുൽ അനുകൂലികളുടെ ആക്രോശം. മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസദ്യയിൽ പങ്കെടുത്തതിനെതിരെയും സതീശന് സ്വന്തം അണികളുടെ തെറിയഭിഷേകം കണക്കിന്. വെറുതെ സർക്കാരിനെതിരെ സംസാരിച്ചാൽ പോരാ, മുന്നിൽ നിന്ന് പട നയിച്ച് കാണിക്കണമെന്നാണ് കോൺഗ്രസ് അനുകൂലികളായ സൈബർ ആൾക്കൂട്ടം പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കുന്നത്. ആദ്യം RDX റാം. ലൈംഗിക ചൂഷണ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആരോപണങ്ങൾ പുറത്തുവന്ന ഘട്ടം മുതൽ നിലപാടെടുത്തതും അത് പരസ്യമായി പ്രഖ്യാപിച്ചതും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് ചെയ്യുന്നതെന്നും നിലപാടിൽ ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. റീൽസിലും സോഷ്യൽ മീഡിയയിലും കാണുന്നവരല്ല യഥാർത്ഥ കോൺഗ്രസ് എന്ന് പറഞ്ഞു വെച്ചത് രാഹുലിനും ഷാഫി പറമ്പിലിനും എതിരെയുള്ള ഒളിയമ്പായി. ഇതാണ് സൈബർ പോരാളികളെ ചൊടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെതിരെയുള്ള കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിക്കാൻ പോയതും വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. ഇതും സൈബർ അക്രമികൾക്ക് ഊർജ്ജമായി. സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വ്യക്തി അധിക്ഷേപം തുടരുകയാണ്. എന്നാൽ സഭാ സമ്മേളനത്തിലേക്ക് മാങ്കൂട്ടത്തിൽ എത്തരുത് എന്ന് തന്നെയാണ് വി.ഡി. സതീശന്റെ നിലപാട്. അങ്ങനെ വന്നാൽ ഭരണപക്ഷത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളുടെ മൂർച്ച കുറയും, ഫോക്കസ് മാറും. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കരുതെന്ന നിലപാടും രാഹുലിനെ അനുകൂലിക്കുന്നവരോട് സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മുഖ്യമന്ത്രി ആതിഥേയത്വം വഹിച്ച ഓണസദ്യയിൽ പങ്കെടുത്തതിൽ വി.ഡി. സതീശനെതിരെ സൈബർ ആക്രമണമുണ്ടായി. കുന്നംകുളം മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം സദ്യ കഴിക്കാൻ പോയത് തെറ്റാണ് എന്ന് കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ പറയുന്നു. ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനങ്ങളിലും സംസാരിച്ചാൽ പോരാ, മുന്നിൽ നിന്ന് പട നയിച്ച് കാണിക്കണം എന്ന് പറയുന്നു. കോൺഗ്രസ് സൈബർ പോരാളികളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന നിലപാടാണ് വി.ഡി. സതീശൻ്റെത് എന്നാണ് രാഹുൽ ഫാൻസ് പറയുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ലെന്ന് കെ. സുധാകരനും പറഞ്ഞു. ഞാനാണെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു, മോശമായി പോയി എന്ന് മാധ്യമങ്ങളോട് കെ. സുധാകരൻ പറഞ്ഞു. മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത വി.ഡി. സതീശൻ രാജിവെക്കണമെന്നാണ് സൈബർ പോരാളികൾ ആവശ്യപ്പെടുന്നത്. സതീശൻ്റേത് ഒറ്റുകാരുടെ നിലപാടാണ് എന്നും മാങ്കൂട്ടത്തിൽ അനുകൂല സൈബർ ഹാൻഡിലുകൾ പറയുന്നു. സൈബർ ആക്രമണം രാഹുലും ഷാഫിയും അറിഞ്ഞാണ് എന്നാണ് വി.ഡി. സതീശൻ അനുകൂലികൾ പറയുന്നത്. എന്നാൽ രാഹുലിനെതിരായ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ ആവർത്തിക്കുന്നത്. സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്, കേരളം ഒന്നായി ഇരച്ചെത്തിയാലും തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുമാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ വി.ഡി. സതീശൻ ഹീനമായി ആക്രമിക്കപ്പെടുമ്പോഴും ഒരു അക്ഷരം മിണ്ടാതെ ഷാഫി പറമ്പിൽ മൗനത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫി നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതിരോധിച്ചിരുന്നു എന്നതുകൂടി ഓർക്കണം. സനീഷ്, ഇതിപ്പോൾ ഈ രീതിയിൽ സോഷ്യൽ മീഡിയ ഇത്ര സജീവമായതിന് ശേഷം ഏറ്റവും രൂക്ഷമായി കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കപ്പെടുന്നത് കാണുന്നത് 2021 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ്. പ്രധാനമായും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് അങ്ങനെ കോൺഗ്രസ് അണികളാൽ തന്നെ ആക്രമിക്കപ്പെട്ടത്. അതിനുശേഷം ഒരു പുതിയ പ്രതീക്ഷ തന്നുകൊണ്ട് പുതിയ നേതൃത്വം വരുന്നു. ആ നേതൃനിരയിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ, ഷാഫി പറമ്പിലിനെ പോലെയൊക്കെ ഉള്ളവർ ആ അസഭ്യ വർഷത്തിൻ്റെയൊക്കെ ആനുകൂല്യം കൂടി പറ്റിക്കൊണ്ട് നേതാക്കന്മാരാകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന അതിനുശേഷം ആ നിലയ്ക്ക് വീണ്ടും ഒരു ആക്രമണം കാണുന്നത് ഇപ്പോഴാണ്. എന്താണ് വി.ഡി. സതീശൻ ചെയ്ത തെറ്റ്? വി.ഡി. സതീശൻ ഉറച്ചൊരു നിലപാടെടുത്തു, ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. ഇത് ഈ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നത്, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പതനം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ സരിൻ ഒക്കെ ചുമതലയുണ്ടായിരുന്ന കാലം മുതൽ വളർത്തിയെടുത്ത ഒരു സംവിധാനത്തിൽ നിന്നുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നേതൃത്വത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുമ്പോഴേക്ക് സടകുടഞ്ഞെണീറ്റ് വി.ഡി. സതീശനെ അങ്ങ് ആക്രമിക്കുകയാണ്. ഇതെങ്ങനെയാണ് സനീഷിന് തോന്നുന്നത്? ഇതിപ്പോൾ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് ഈ കോൺഗ്രസിൻ്റെ സൈബർ അണികൾ അവരുടെ പാർട്ടിയെപ്പറ്റി കേരള സമൂഹത്തോട് പറയുന്നത് പോലെയാണ് തോന്നുക. കാരണം ഒരു കാര്യം ആലോചിക്കും, ഇപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിച്ചു. അതാണല്ലോ പ്രധാനമായിട്ട് ഇവർ എതിർക്കുന്ന ഒരു കാര്യം. നമ്മൾ കരുണാകരനെയും നായനാരെയും നമ്മൾ കണ്ടതല്ലേ? കരുണാകരനും നായനാരും പോലെ പരസ്പരം പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾ അതിനു മുമ്പില്ലല്ലോ. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. അവർ പരസ്പരം നായനാരൊക്കെ അതിനിശ്ചിതമായിട്ട് പരിഹസിക്കുമായിരുന്നു. തിരിച്ചാണെങ്കിലും അതിശക്തമായുള്ള വലിയ പോരാട്ടം നടക്കുന്നതാണ്. പക്ഷേ അവർ മുഖാമുഖം ഇരിക്കുകയും സരസ സംഭാഷണങ്ങൾ ഏർപ്പെടുകയും വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുകയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുകയും ചെയ്യുന്ന എത്ര വിഷ്വൽസ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ കാണാം.
അതായത് ഞാൻ പറയുന്നത് ഫോട്ടോസ് അല്ല, വിഷ്വൽസ്, മൂവിങ് വിഷ്വൽസ് തന്നെയും അവരുടെ കാലത്തെ പരസ്പര സൗഹൃദത്തിൻ്റെ, പാർട്ടിക്ക് അതീതമായിട്ടുള്ള പരസ്പര സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ അവിടെയുണ്ട്. BD സതീശൻ എത്രക്ക് ശക്തമായിട്ട് പിണറായി വിജയനെ എതിർക്കുന്ന ആളാണ് എന്ന് ഈ കേരളത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? BD സതീശൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തിനകത്തേക്കുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഈ മകൾ വീണക്കെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ പോലും അതിശക്തമായിട്ട് എതിർത്ത ആളല്ലേ BD സതീശൻ. എന്ന് വെച്ചാൽ മകളാണ്, ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന് പോലും അല്ലല്ലോ വെച്ചത്. അതിശക്തമായിട്ട് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പദവിയെയും ആ വ്യക്തിയെയും ആ പാർട്ടിയെയും എതിർക്കുന്നയാളാണ് BD സതീശൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ BD സതീശൻ ഓണത്തിന് ഒരു മര്യാദക്ക് കേരളത്തിലെ ആളുകളെല്ലാവരും പരസ്പരം നന്മയോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു, ഒരു ചിരിച്ചൊരു ഫോട്ടോ വന്നു എന്ന് പറയുമ്പോഴേക്ക് ഇവരെല്ലാവരും കൂടെ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയാണ്. ഈ K. സുധാകരൻ പറയുന്നത്, ഞാൻ അതിലേക്ക് വരാം, K. സുധാകരൻ പറയുന്നത് മനസ്സിലാക്കാം. കാരണം നമ്മൾ K. സുധാകരൻ എന്ന നേതാവിനെ കണ്ട് അറിയുന്ന കാലം തൊട്ട് അദ്ദേഹം പിണറായി വിജയനെതിരെ അതിശക്തമായിട്ട് എതിർക്കുന്നയാളാണ്. അവർ രണ്ടുപേരും ഒന്നും ചിരിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാനാണെങ്കിൽ ഇരിക്കില്ലായിരുന്നു എന്ന് K. സുധാകരൻ പറഞ്ഞാൽ നമ്മൾ വസ്തുതാപരമായിട്ട് എടുക്കണം. മാത്രം അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലല്ലോ, ആ പദവിയിലുള്ള ആളല്ലോ, പോയി ഇരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് ഇവരെന്തൊരു മോശം കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സൈബർ ആളുകൾ. സതീശൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, സതീശൻ ആ പാർട്ടിയുടെ MLAക്കെതിരെ ഒരു തരത്തിലും ഡിഫൻസ് തീർക്കാൻ പറ്റാത്ത വിധം അങ്ങേയറ്റം മോശമായിട്ടുള്ള ആരോപണങ്ങളല്ല, പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞ തെളിവുകളാണ് വന്നത്. തെളിവുകൾ വന്നപ്പോൾ ആ പാർട്ടിയുടെ നേതാക്കൾ ആകെ ചേർന്നൊരു തീരുമാനമെടുത്തു, ഇയാൾ എതിർക്കാൻ വന്നോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞോ എതിർക്കാൻ? ഇല്ലല്ലോ, അയാൾ വീട്ടിൽ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കാര്യം എസ്റ്റാബ്ലിഷ്ഡാണ് ആളുകൾക്ക് മുമ്പിൽ. പക്ഷേ അപ്പോൾ പോലും സതീശൻ സ്വന്തം പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടല്ലേ സംസാരിച്ചത്. നമുക്ക് ഓർമ്മയില്ലേ, ആളുകളുടെ മുന്നിൽ അല്പം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനാകുന്ന വിധത്തിൽ അദ്ദേഹം CPMനെ തന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ, മുകേഷ് അടക്കമുള്ള ആളുകൾ രാജിവെച്ചോ എന്ന് ചോദിച്ചു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, നമ്മളത് അന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിനെതിരെ CPMനും LDFനെതിരെ പോരാടുക. അതേസമയം ഇയാൾ ചെയ്തിരിക്കുന്ന കുഴപ്പങ്ങളുടെ വലുപ്പം തിരിച്ചറിഞ്ഞിട്ട് അതിൽ ഉറച്ച നിലപാടെടുക്കുക. സമീപകാലത്ത് നമ്മൾ കണ്ട, എൻ്റെ വിലയിരുത്തൽ സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുത്തിയ ആളാണ് ഈ BD സതീശൻ. ആ BD സതീശനൊപ്പമാണ് നിശ്ചയമായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ബഹുഭൂരിപക്ഷം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഈ ഏതോ നിലക്കുണ്ടായി വന്ന ഈ സൈബർ പട, ഇയാൾ ചെയ്തിരിക്കുന്ന ഈ കുഴപ്പങ്ങളുണ്ടല്ലോ, ഈ കുഴപ്പങ്ങളുടെ ചില അംശങ്ങളുള്ള ഒരു സൈബർ പട ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ സൈബർ മേഖലയിൽ ചെയ്യുന്ന ഈ സാമ്പത്തികമായിട്ടോ മറ്റോ ഉള്ള പണം ചെലവഴിച്ചിട്ടോ മറ്റോ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇയാൾ ചെയ്തിരിക്കുന്ന കുഴപ്പങ്ങൾ അതേ മട്ടിൽ ഉള്ളിൽ വഹിക്കുന്ന ഒരു സംഘം ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ഒരു നിലക്കും പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി അല്ലാതെ സംസാരിക്കാതിരുന്ന BD സതീശനെതിരെ ഈ നിലക്ക് ആക്രമണം നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് പറ്റുക? BD സതീശൻ നമുക്ക് മനസ്സിലാക്കാം, BD സതീശൻ എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഒരു അനുകൂല നിലപാട് CPMനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കോ ഭരണപക്ഷത്ത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ CPMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ നേതാക്കൾക്കും അനുകൂലമായിട്ട് അവർ പറയുന്നതിന് റാൻ മൂളിയിട്ട് എന്തെങ്കിലും ഇദ്ദേഹം സംസാരിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ എതിർക്കണം. എന്തിനാണ് ഇദ്ദേഹത്തെ എതിർക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ എന്തിനാണ് എതിർക്കുന്നത്? അദ്ദേഹം ഒരു വരി കൊണ്ടുപോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ പ്രസരിപ്പിക്കുന്നുണ്ട് ആ ഒരു ഐഡിയ. എങ്കിലും ഒരു തരത്തിലും കോൺഗ്രസിനും മുന്നണിക്കും ക്ഷീണമുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, അടുത്ത തവണ ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതേക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടം, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള വർത്തമാനം മറ്റെന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചെയ്യുന്ന ഒരാളെയാണ് ഇദ്ദേഹത്തിന് തന്നെ പാർട്ടിക്കാരെന്ന് പറയുന്ന ആളുകൾ ചീത്ത വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു, വർഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ തവണ പറയുകയാണ്, ഈ ബുൾജിറ്റിൻ്റെ ഫാൻസ് പോലെയാണ് ഇവരിത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇവരിൽ കുറേ ആളുകൾ BJPയിലോ CPMലോ അപ്പുറത്തും അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിച്ചേരും. കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർ മറ്റെന്തോ ഈ പറയുന്ന ഈ MLAയുടെ കുഴപ്പങ്ങളിലെ ചില അംശങ്ങൾ അവർക്ക് കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം അവരിങ്ങനെ ഇദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതാണ് എനിക്ക്. അത് മാത്രമല്ല, ഇതിപ്പോൾ BD സതീശനെതിരെ മാത്രമല്ല ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ വനിതാ നേതാക്കൾക്കെതിരെ എല്ലാ ആക്രമണമുണ്ടായി, ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ആക്രമണമുണ്ടായി, ഇവിടെ ഷാനിമോൾ ഉസ്മാനെതിരെ ആക്രമണമുണ്ടായി, ഇവിടെ ഉമാ തോമസിനെതിരെ ആക്രമണമുണ്ടായി. ഇവരൊക്കെ ഇവരൊക്കെ നിലപാട് സ്വീകരിച്ചു. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. ഇത് പകൽ പോലെ വ്യക്തമായ തെളിവുകളാണ് വന്നത് നമുക്ക് മുന്നിലേക്ക്. ഈ തെളിവുകൾക്കപ്പുറം ഈ കാര്യങ്ങൾ നന്നായി അറിയാവുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമപ്രവർത്തകരും, അല്ലേ? ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമപ്രവർത്തകർക്കും ഈ ചില മാധ്യമപ്രവർത്തകർക്ക് പോലും പിന്നീട് ഉണ്ടാകുന്ന മാറ്റം കണ്ട് നമ്മൾ ഞെട്ടുന്നുണ്ട്. എന്നാൽ പോലും മാധ്യമങ്ങൾക്ക് പോലും ഈ കാര്യങ്ങളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാം.
അതിപ്പം നിയമപരമായി അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാരണം ഒരു പരാതി എന്നത് നേരിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഈ മൂന്നാം കക്ഷിയുടെ പരാതി ആയതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇനി നിയമ വഴിയിൽ അത് മുന്നോട്ട് പോവുക എന്ന സംശയമുണ്ട്. അത് എനിക്ക് സംശയമുണ്ട്. എന്താണെന്ന് അറിയോ, എന്തുകൊണ്ടാണ് ഒറ്റ കാര്യം ഞാൻ പറയാം. അതായത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് ഹൂ കേസ് എന്ന് വീണ്ടും പറഞ്ഞാൽ അടുത്ത പരാതി വരും. കാരണം അത് അയാൾക്കറിയാവുന്നതുകൊണ്ടാണ് മിണ്ടാത്തത്. കാരണം അത്രമേൽ ആളുകൾ, അയാൾക്കറിയാമല്ലോ ആരൊക്കെയാണെന്ന്, അത്രമേൽ ആളുകൾ ഈ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അയാൾ ഇതുവരെ ആ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല. ആ വിഷയത്തിൽ ഞാൻ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ആദ്യ മാധ്യമങ്ങളെ കണ്ടപ്പം ഞാൻ ഈ കാര്യത്തിലെല്ലാം മറുപടിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് ഞാൻ എല്ലാം പറയാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ മുങ്ങിക്കളഞ്ഞു. അതിത് പറയാൻ പറ്റില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് വാസ്തവം. ഇത് തിരിച്ചറിയുന്നുണ്ട് വി ഡി സതീശനും. ഈ തെളിവുകളെല്ലാം വി ഡി സതീശനും അറിയാം. വി ഡി സതീശൻ പിന്നെ ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കണോ? ഞാനറിയാവുന്ന വി ഡി സതീശൻ അങ്ങനെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ ഒരു കാരണവശാലും കരുതുന്നില്ല. എന്തായാലും അത് പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൂളിഗൻസ്, അതായത് ആരെയൊക്കെ ഈ പറയുന്ന ഉമാ തോമസിനെയും ഈ ഷാനിമോൾ ഉസ്മാനെയും എല്ലാം ആക്രമിച്ച അതേ ഹൂളിഗൻസ് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ പിന്നാലെയും കൂടിയിരിക്കുന്നത്. അവർ മാത്രമല്ല, ഈ ചില മറുനാടൻ ബാധിത യൂട്യൂബ് ചാനലുകളുണ്ട്. അത്തരം യൂട്യൂബ് ചാനലുകളെല്ലാം അവരും ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെ എങ്കിലും പ്രേരണയാലോ അല്ലെങ്കിൽ പണം പറ്റിക്കൊണ്ടോ വി ഡി സതീശനെതിരെ ആക്രമണവുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അതിനൊപ്പം, കോൺഗ്രസ് പ്രസ്ഥാനം അതിനൊപ്പം നിൽക്കില്ല, കോൺഗ്രസിന്റെ അണികളും അതിനൊപ്പം നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഷാഫിയെ പറ്റി ഒറ്റ കാര്യം ഹർഷാദ്, അതായത് ഷാഫി പറമ്പിൽ, സത്യത്തിൽ ഞാൻ ഷാഫി പറമ്പിനെ നല്ല ആദരവോടെ കാണുന്ന ഒരാളാണ്. ആ യുവനേതാക്കളിൽ ഇയാൾക്കുള്ള കുഴപ്പങ്ങൾ ഇത്ര വലുപ്പത്തിൽ അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇയാൾ ഇത്ര വലിയ കുഴപ്പങ്ങൾ ചെയ്യുകയാണെന്ന് ഷാഫി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ മനസ്സെന്നോട് ഇപ്പോഴും പറയുന്നത്. ഷാഫി പക്ഷേ ഈ കേരളത്തിൽ രാഷ്ട്രീയാതീതമായിട്ട് ചെറുപ്പക്കാർക്ക് ഒരു സ്നേഹമുള്ളൊരു നേതാവാണ്. അത് ഇതുവരെ അതാണ്. കാരണം അവിടെ വടകര എൻ്റെ നാട്ടിലാണോ മത്സരിച്ച് എനിക്കറിയാം. എൻ്റെ വീട്ടിലെ കുട്ടികളടക്കമുള്ള ആളുകൾ ഷാഫി പറമ്പിലൂടെ മത്സരിക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയാതീതമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു സ്നേഹം കിട്ടുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. പക്ഷേ ഈ കാര്യത്തിലൊക്കെ സതീശൻ ഇങ്ങനെ ചീത്തവിളി കേൾക്കുന്നു, ആ പാർട്ടിക്കകത്തെ വനിതാ നേതാക്കൾ ചീത്തവിളി കേൾക്കുന്നു. അപ്പോൾ മിണ്ടാതിരിക്കുന്നത് സത്യത്തിൽ ഷാഫി പറമ്പിലിൻ്റെ കാലിന് താഴെയുള്ള മണൽ പിന്നോട്ട് പോവുകയാണ്, ഊരുകയാണ് എന്ന് ഷാഫി ആലോചിക്കേണ്ടതാണ്. കാരണം ഈ ചെറുപ്പക്കാർക്ക് ആദർശാത്മകത എന്ന് വളരെ പ്രധാനമാണ്. ഇയാൾ എന്താണ് പറയുന്നതെന്നുള്ള ശബ്ദത്താൽ കേട്ടതാണ് ഈ കുട്ടികളെല്ലാം, കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ. അതിനകത്ത് സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് ഇനിയും ഷാഫി എടുത്തില്ലെങ്കിൽ, സതീശനെ ചീത്ത വിളിച്ചോട്ടെ ഞാൻ മിണ്ടേണ്ടതില്ല എന്ന് സ്റ്റാൻഡ് എടുത്താൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായ ചെറുപ്പക്കാർ തന്നെയും അവിടെ നിൽക്കും. ഈ കാണുന്ന തരത്തിലുള്ള കുഴപ്പം പിടിച്ച ചീത്ത വാക്കുകൾ പറയുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഴുവൻ ആളുകളും എന്ന് വിചാരിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, രാഹുൽ ഗാന്ധിയാണ് അവരുടെ നേതാവ്. ആദർശാത്മകത എടുത്തു വന്ന് ഏറ്റവും പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആദർശം ഉൾക്കൊള്ളുന്ന ചെറുപ്പക്കാരാണ് ആ പാർട്ടിയിലുള്ളത്. ആ പാർട്ടിയിലെ ആളുകളെ കുട്ടികൾ ഇവരെയൊക്കെ വിലയിരുത്തുന്നുണ്ടാവുന്ന കാര്യം ഷാഫി കൂടെ ഓർക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കില്ല. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. കാരണം ഷാഫിയുടെ സ്ട്രാറ്റജി, ഷാഫിയുടെ വളർച്ച എന്നത് പറയുന്നത് നിർണായകമായ സമയത്ത് പലതും സംസാരിക്കാതിരിക്കുക എന്നതുകൂടിയാണ് അത് ഒരു ആരോപണമായി കോൺഗ്രസിനുള്ളിൽ തന്നെ നേരത്തെയും നിലനിൽക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷാഫി ഗംഭീര നേതാവാണ്, അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. കാരണം ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഷാഫി നല്ല വളർച്ചയുടെ പാതയിലാണ്. ഷാഫിയെ ആ നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഇത്തരം നിർണായകമായ ഘട്ടത്തിൽ നിശബ്ദനായിരിക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു നേതാവിന് ചേർന്ന കാര്യമല്ല. അക്കാര്യത്തെ ഇവർ വിലയിരുത്തുന്ന കാര്യത്തിലാണ് ഉറപ്പാണ്, ഒരു സംശയമില്ല. ഈ കുട്ടികൾ വിലയിരുത്തും, അത് ഷാഫി മനസ്സിലാക്കിയാൽ ഷാഫിക്കോ. സമീപകാലത്ത് കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതങ്ങ് പ്രതിസന്ധിയിലാക്കിയ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ. മുൻപും ജനപ്രതിനിധികൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും രാഹുലിനെതിരെ പുറത്തു വന്നതുപോലെ ശക്തമായ തെളിവുകളോ പരാതി പ്രളയമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. രാഹുൽ എന്ന യുവ നേതാവിന് സാധാരണയിലും അധികം പദവിയും പരിഗണനയും നൽകിയതിൽ വി ഡി സതീശനും പങ്കുണ്ട്. പക്ഷേ രാഹുലിലൂടെ വലിയ പ്രതിസന്ധിയിൽപ്പെട്ട പാർട്ടിക്ക് അല്പമെങ്കിലും ശ്വാസം ലഭിച്ചത് വി ഡി സതീശൻ എടുത്ത ശക്തമായ നിലപാടിലൂടെയാണ്. പലരും യു ടേൺ അടിച്ചപ്പോഴും സതീശനാണ് ആ നിലപാടിൽ ഉറച്ചു നിന്നത്. അതിൻ്റെ പേരിൽ കോൺഗ്രസിലെ സൈബർ വെട്ടുക്കിളികൾ കൂട്ടം സതീശനെതിരെ തിരിയുമ്പോൾ മൗനം പാലിക്കുന്ന നേതാക്കൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. നാളെ നിങ്ങൾക്കെതിരെയും ആ സംഘം തിരിയാം. കോൺഗ്രസിൻ്റെ നന്മയല്ല ആ സംഘം ആഗ്രഹിക്കുന്നതെന്ന് RDX വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.